ജാർഖണ്ഡിൽ തിരിച്ചടിയേറ്റെങ്കിലും കേവല ഭൂരിപക്ഷവും കടന്ന് ഭരണം നിലനിർത്താൻ JMMന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. 81 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 56 സീറ്റിലാണ് വിജയം നേടിയത്. NDA സഖ്യത്തിന് 24 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. 2019-ൽ 25 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് 4 സീറ്റുകൾ നഷ്ടമായി. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബഹ്റൈത്ത് മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പ്രതിപക്ഷ നേതാവ് അമർകുമാർ ബൌരി ദയനീയമായി പരാജയപ്പെട്ടു. ആദിൽ പാലോട് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അറസ്റ്റിന് ശേഷമുള്ള ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ ഒരു സെന്റിമെന്റ്സ് അടക്കം പല ഘടകങ്ങൾ അനുകൂലമായിരുന്നു. പക്ഷേ ഒരു ലാൻഡ് സ്ലൈഡിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ഭരണം നിലനിർത്താൻ കഴിയുന്നു ജാർഖണ്ഡിൽ സോറനും ടീമിനും. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ തോൽവി ജാർഖണ്ഡ് പറഞ്ഞെങ്കിലും പിടിച്ചു നിൽക്കാനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് AICC ആസ്ഥാനത്താണ്. ഇവിടെ ഇപ്പോൾ ജയറാം രമേശിന്റെ അടക്കം പത്രസമ്മേളനം പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും മഹാരാഷ്ട്രയുടെ പരാജയത്തെക്കാൾ ജാർഖണ്ഡിലെ വിജയമാണ് നേതാക്കൾ ഊന്നി സംസാരിക്കുന്നത്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാനാകും എന്നതാണ് നിലവിൽ കരുതുകയും ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ജാർഖണ്ഡിൽ കൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറുമായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ഇന്ത്യ മുന്നണി 56 ഇടങ്ങളിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ചെറിയൊരു വിജയമായി പറയുന്നെങ്കിൽ പോലും കഴിഞ്ഞ തവണ 47 സീറ്റിൽ മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി സഖ്യകക്ഷികൾ വിജയിച്ചു കയറിയത്. JMMും കോൺഗ്രസും അടക്കമുള്ള സഖ്യകക്ഷികൾ വിജയിച്ചു കയറിയത്. ഇത്തവണ 10-ലധികം സീറ്റുകൾ അധികം ജയിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. 9 സീറ്റുകൾ അധികം ജയിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല കാര്യമായൊരു തരംഗം ഹേമന്ത് സോറന്റെ സെന്റിമെന്റ്സിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ വിലയിരുത്തുകയും വേണം. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഹേമന്ത് സോറൻ വിജയിച്ചത് ചെറിയൊരു ഭൂരിപക്ഷത്തിനുമല്ല. ബഹ്റൈത്ത് എന്ന മണ്ഡലത്തിൽ പലതവണ ഹേമന്ത് സോറൻ മത്സരിച്ചിട്ടുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷം. ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം 39,791 എന്ന മാന്ത്രിക സംഖ്യയാണ് ഭൂരിപക്ഷമായി ഹേമന്ത് സോറനെ ലഭിക്കുന്നത്. ആ നിലയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിക്കുന്നു, മന്ത്രിമാർ ജയിക്കുന്നു. BJPയുടെ ഈ നേരത്തെ നമ്മൾ മുഖ്യമന്ത്രിയായിരുന്നു, പലതവണ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന അർജുൻ മുണ്ടയുടെ ഭാര്യ മീര മുണ്ട തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ രൂപത്തിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയും ഹേമന്ത് സോറനും ടീമിനും വലിയൊരു വിജയവും ഉണ്ടാകുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ഒക്കെ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്കൊരു വിജയത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കോൺഗ്രസ് ഇരട്ടയക്കത്തിലേക്ക് എത്തില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലായി പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നത്. എക്സിറ്റ് പോളിലടക്കം അവിടെ NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് വലിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നതായിരുന്നു പ്രവചനം. പക്ഷേ ആ പ്രവചനങ്ങളൊക്കെ മാറുകയാണ്. ഇന്ത്യ മുന്നണി വിജയിക്കുന്നു. അതുകൊണ്ട് തന്നെ AICC ആസ്ഥാനത്തും മഹാരാഷ്ട്രയുടെ തോൽവി പിടിച്ചു നിൽക്കാൻ, അതിന്റെ നാണക്കേട് ഒരു പരിധിവരെ മറച്ചു പിടിക്കാൻ ജാർഖണ്ഡിലെ വിജയം കൊണ്ടാകുമെന്നാണ്